الحمد لله رب العالمين الذي رضي لنا الإسلام دينا وأتم علينا النعمة وأكمل الدين وهدانا إلى التوحيد الخالص وأشهد أن لا إله إلا الله وحده لا شريك له الملك وله الحمد وهو على كل شيء قدير وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الناس أوصيكم وإياي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, സഹോദരിമാരെ, വിശ്വാസിനികളെ, സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന കാരുണ്യവാനായ നമ്മുടെ നാഥൻ നമ്മുടെ നന്മക്കായി നിർദ്ദേശിച്ച നിർദ്ദേശങ്ങളും കൽപ്പനകളും ജീവിതത്തിൽ ഉടനീളം പാലിച്ചും സൂക്ഷിച്ചും ജീവിക്കുവാൻ കൽപ്പിക്കപ്പെട്ടവരാണ് നാം ഓരോരുത്തരുമെന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുന്നു. അങ്ങനെ ജീവിക്കുന്നവരിൽ ഉൾപ്പെടണേ എന്ന് ഉപദേശിക്കുകയും വസിയ്യത്ത് ചെയ്യുകയും ചെയ്യുന്നു. സമസ്ത മേഖലകളിൽ റബ്ബിനെ സൂക്ഷിച്ച് ജീവിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് മരണപ്പെട്ട് ജന്നാത്തുൽ ഫിർദൗസിൽ ഇടം കരസ്ഥമാക്കുന്ന വിശ്വാസികളിൽ നാഥൻ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അവ്വൽ ബശർ ആദം അലൈഹിസ്സലാം ഭൂമിയിലേക്ക് ഒരു പ്രതിനിധിയെ അയക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ചപ്പോൾ മലായിക്കത്തുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പറയുന്നുണ്ട്, ഭൂമിയിൽ രക്തച്ചൊരിച്ചിലുകളും കുഴപ്പങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാക്കുവാൻ എന്തിനാണ് ഒരു കൂട്ടരെ പറഞ്ഞയക്കുന്നത്? നിന്നെ വാഴ്ത്താനും സ്തുതിക്കാനും ഓർക്കാനും ഞങ്ങളില്ലേ എന്ന്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ തിരുത്തിക്കൊണ്ട് പറയുന്നത്, നിങ്ങൾക്കറിയാത്ത പലതും ഇവിടെയുണ്ട് എന്നാണ്. അങ്ങനെ ആദം അലൈഹിസ്സലാമയെ സൃഷ്ടിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല മലായികത്തുകളുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നതിന് മുമ്പ് ആദം അലൈഹിസ്സലാമക്ക് അല്ലാഹു തആല വിജ്ഞാനം നൽകി എന്ന് നമുക്ക് കാണാം. വഅല്ലമ ആദമൽ അസ്മാഅ കുല്ലഹ, ആദമിന് എല്ലാ നാമങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു കൊടുത്തു. സുമ്മ അർളഹും അലൽ മലായിക, എന്നിട്ടതെല്ലാം മലായിക്കത്തുകളുടെ മുന്നിൽ പ്രദർശിപ്പിക്കപ്പെട്ടു. അവരുടെ മുമ്പിൽ പ്രദർശിപ്പിച്ച് കാണിച്ചു കൊടുത്തു. എന്നിട്ട് അല്ലാഹു തആല അവരോട് പറയുന്നു, ഫഖാല അംബിഊനി ബിഅസ്മാഇ ഹഉലാഇ ഇൻ കുൻതും സ്വാദിഖീൻ, നിങ്ങൾ സത്യസന്ധന്മാരാണെങ്കിൽ, നിങ്ങൾ സത്യവാന്മാരാണെങ്കിൽ ഈ കാണിച്ചു തരുന്ന ഇതിൻ്റെയൊക്കെ നാമങ്ങൾ നിങ്ങൾ പറഞ്ഞു തരണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആവശ്യപ്പെടുന്നു. ആ സമയത്ത് മലായികത്തുകൾ പറയുന്നു, ഖാലൂ
സുബ്ഹാനക ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ ഇന്നക അൻതൽ അലീമുൽ ഹകീം. നിന്റെ പരിശുദ്ധിയെ ഞങ്ങളിതാ വാഴ്ത്തുകയാണ്. നീ പഠിപ്പിച്ചു തന്നതല്ലാതെ കൂടുതലായിക്കൊണ്ടുള്ള വിജ്ഞാനം, അറിവ് യാതൊന്നും തന്നെ ഞങ്ങൾക്കില്ല, ഞങ്ങൾ സിദ്ധിച്ചിട്ടില്ല എന്ന് മലായിക്കത്തുകൾ അള്ളാഹുവിനോട് മറുപടി പറയുന്നു. എന്നിട്ട് അല്ലാഹു തആല പറയുന്നു, ഖാല യാ ആദമ അംബിഅഹും ബിഅസ്മാഇഹിം ഫലമ്മാ അംബഅഹും ബിഅസ്മാഇഹിം ഖാല അലം അഖുൽ ലക്കും ഇന്നി അഅലമു ഗൈബസ് സമാവാതി വൽ അർള് വഅഅലമു മാ തുബ്ദൂന വമാ കുൻതും തക്തുമൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നീട് ആദം അലൈഹിസ്സലാമയോട് പറയുന്നു, ആദമേ, ഇവയുടെയൊക്കെ പേരുകൾ, നാമങ്ങൾ ഈ മലായിക്കത്തുകൾക്ക് പറഞ്ഞു കൊടുത്താലും. അങ്ങനെ ആദം അലൈഹിസ്സലാം മലായിക്കത്തുകൾക്ക് അതിൻ്റെ എല്ലാം പേരുകൾ, നാമങ്ങൾ അവിടെ പറഞ്ഞു കൊടുക്കുകയാണ്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, അദൃശ്യകാര്യങ്ങൾ, ഭൂമിയിലും ആകാശത്തിലുമുള്ള അദൃശ്യകാര്യങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒളിപ്പിച്ചു വെക്കുന്നതൊക്കെ എനിക്കറിയാം എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ എന്ന് മലായിക്കത്തുകളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല തിരിച്ചു ചോദിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്, അവ്വൽ ബശർ ആദം അലൈഹിസ്സലാമെ സൃഷ്ടിച്ച ഉടൻ തന്നെ, ആ സൃഷ്ടിപ്പിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം അലൈഹിസ്സലാമക്ക് വിജ്ഞാനം, ഭൗതികമായതും ദീനീപരമായും ജ്ഞാനം നൽകി എന്നുള്ളതാണ് ഇതിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നത്. ആദം നബി അലൈഹിസ്സലാം മുതൽ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വരെ കടന്നു വന്ന അമ്പിയാക്കന്മാരും മുർസലീങ്ങളുമായ ആളുകൾ, അവരെല്ലാം വിജ്ഞാനം അന്വേഷിക്കുവാൻ ഏറെ അതിനൊക്കെ പ്രാധാന്യം നൽകിയിട്ടുള്ളവരായിരുന്നു എന്ന് അവരുടെയെല്ലാം ചരിത്രങ്ങൾ പരിശോധിക്കുമ്പോൾ, അവരുടെയെല്ലാം ചരിത്രങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറെ പ്രയാസപ്പെട്ടുകൊണ്ട് ഹിജ്റ ചെയ്തു വന്നു. എല്ലാ സമ്പത്തും സ്വഹാബികളുടേത് മുഴുവനും മക്കയിൽ തടഞ്ഞു വെക്കപ്പെട്ട സാഹചര്യമുണ്ടായി. അങ്ങനെ മദീനയിൽ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവിടെ ബദർ യുദ്ധം നടക്കുകയാണ്. ആ മദീനയിൽ പോലും സ്വസ്ഥമായി ജീവിക്കുവാനുള്ളൊരു സാഹചര്യം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മക്കക്കാർ ചെയ്തിരുന്നില്ല. അവരവിടെയും ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്നു. അങ്ങനെ ബദർ യുദ്ധം സംഭവിക്കുന്നു. ബദർ യുദ്ധത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം 70ഓളം ആളുകളെ തടവുകളിൽ അവിടെ സൂക്ഷിക്കുകയാണ്. ആ സമയത്ത് മോചനദ്രവ്യം വാങ്ങിക്കൊണ്ട് അവരെ മോചിപ്പിക്കുവാൻ വേണ്ടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തീരുമാനിക്കുന്നു. ആ സമയത്ത് ഒരുപാട് സാമ്പത്തികമായ പ്രയാസങ്ങൾ പ്രവാചകനും സ്വഹാബികൾക്കുമുണ്ട്. മദീനയ്ക്ക് ഒരുപാട് സാമ്പത്തികമായ സഹായങ്ങൾ വേണ്ട സമയമാണ്. ആ സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കേവലം സാമ്പത്തികമായ മുന്നേറ്റത്തിന് പകരമായി അവരോട് ആവശ്യപ്പെടുന്നത്, എഴുത്തും വായനയും അറിയാവുന്ന ആ തടവ് പുള്ളികളിലുള്ള ആളുകളോട് ആവശ്യപ്പെടുന്നത്, അക്ഷരജ്ഞാനമില്ലാത്ത മദീനയിലെ വിശ്വാസികളായ മുസ്ലിമീങ്ങളായ ആളുകൾക്ക്, ഗ്രാമവാസികൾക്ക്, ഗോത്രവർഗക്കാർക്ക് അവർക്കൊക്കെ വിജ്ഞാനം നൽകണം, എഴുത്തും വായനയും പഠിപ്പിക്കണം എന്നുള്ളതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മോചനദ്രവ്യമായി പല ആളുകളോടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ആവശ്യപ്പെട്ടത്. അങ്ങനെ അറിവന്വേഷിക്കുവാൻ, അറിവ് നേടുവാൻ ഏറെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് രണ്ട് തരത്തിൽ നമുക്ക് അറിവിനെ വ്യാഖ്യാനിക്കാൻ സാധിക്കും. ഒന്ന് ഭൗതികമാകട്ടെ, മറ്റൊന്ന് ദീനീപരമായ വിജ്ഞാനമാകട്ടെ. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇത് രണ്ടും സമ്മിശ്രമായി കൊണ്ടുപോകാനാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നതും. പൂർവികരായ സ്വഹാബികളും താബീങ്ങളും തബഅ് അത്തരത്തിലാണ് നമുക്ക് മാതൃക കാണിച്ചു തരികയും ചെയ്തിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ സൂറത്തുൽ സുമർ 9ാമത്തെ സൂക്തത്തിലൂടെ നമ്മളോട് ചോദിക്കുന്നു, ഖുൽ ഹൽ യസ്തവിൽ ലസീന യഅലമൂന വല്ലസീന ലാ യഅലമൂൻ ഇന്നമാ യതസക്കറു ഉലുൽ അൽബാബ്. അറിവുള്ളവരും അറിവില്ലാത്ത ആളുകളും സമന്മാരാകുമോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നു. എന്നിട്ട് അല്ലാഹു പറയുകയാണ്, ബുദ്ധിയുള്ള ആളുകൾ അവര് മാത്രമേ
ചിന്തിച്ച് ആലോചിച്ച് മനസ്സിലാക്കുകയുള്ളൂ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൽ കൂട്ടിച്ചേർക്കുകയാണ്. വിശുദ്ധ ഖുർആനിൽ അപ്രകാരം വീണ്ടും പ്രയോഗങ്ങൾ കാണാം. സൂറത്തുർ റഅദ് 16-ാം സൂക്തത്തിൽ അല്ലാഹു തആല ചോദിക്കുന്നു, ഖുൽ ഹൽ യസ്തവിൽ അഅമ വൽ ബസീർ അം ഹൽ തസ്തവിൽ ളുലുമാതി വന്നൂർ. അല്ലാഹു തആല ചോദിക്കുകയാണ്, ഒരു കണ്ണിന് കാഴ്ചയുള്ള വ്യക്തിയും കാഴ്ചയില്ലാത്ത വ്യക്തിയും സമന്മാരാകുമോ? അതേപോലെ ഇരുട്ടും വെളിച്ചവും സമന്മാരാകുമോ? ഒരിക്കലും അത് സമമല്ല എന്ന് അല്ലാഹു തആല പഠിപ്പിക്കുകയാണ്. അതുപോലെയാണ് അറിവുള്ള വ്യക്തിയും അറിവില്ലാത്ത വ്യക്തികളും തമ്മിലുള്ള വ്യത്യാസമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിലൂടെയൊക്കെ നമ്മെ ഉണർത്തുകയാണ്. വിശുദ്ധ ഖുർആൻ ഇറങ്ങിയതിന്റെ പശ്ചാത്തലം എന്താണ് എന്നും എന്തുകൊണ്ട് നിങ്ങൾക്ക് വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചു എന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നിടത്ത് നമുക്ക് ഇപ്രകാരം വായിക്കാം, കിതാബുൻ അൻസൽനാഹു ഇലൈക മുബാറകുൻ ലിയുദബ്ബിറു ആയാതിഹി. അതാ നിനക്ക് അവതരിപ്പിച്ചു തന്ന അനുഗ്രഹീതമായ ഈ ഗ്രന്ഥത്തിലെ ആയത്തുകൾ ലിയുദബ്ബിറു ആയാതിഹി, ഈ ആയത്തുകളെ സംബന്ധിച്ച് നിങ്ങൾ ചിന്തിച്ച് നോക്കുന്നതിനും ലിയുതസക്കറു ഉലിൽ അൽബാബ്, അതേപോലെ ബുദ്ധിയുള്ള ആളുകൾക്ക് ഉത്ബുദ്ധരായി തീരുവാൻ വേണ്ടിയുമാണ് ഈ വിശുദ്ധ ഖുർആനെ അവതരിപ്പിച്ചു തന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു, നമ്മോട് പറയുന്നു. ഫലാ യതദബ്ബറൂനൽ ഖുർആന അം അലാ ഖുലൂബി അഖ്ഫാലുഹാ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വിശുദ്ധ ഖുർആനെ സംബന്ധിച്ച് നിങ്ങൾ ചിന്തിച്ച് മനസ്സിലാക്കുന്നില്ലേ? അതല്ല നിങ്ങൾ നിങ്ങളുടെ ഹൃദയങ്ങളിൽ പൂട്ടിട്ട് വച്ചിരിക്കുകയാണോ എന്ന് അല്ലാഹു തആല സൂറത്ത് മുഹമ്മദ് 24-ാം സൂക്തത്തിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അഫലാ തതഫക്കറൂൻ, നിങ്ങൾ ചിന്തിക്കുന്നില്ലേ, നിങ്ങൾ ബുദ്ധി ഉപയോഗിച്ച് ആലോചിച്ച് നോക്കുന്നില്ലേ എന്നെല്ലാം തുടങ്ങി ഒരുപാട് വചനങ്ങൾ വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് അംബിയാ 32-ാമത്തെ സൂക്തത്തിലൂടെ ചോദിക്കുകയാണ്, വജഅൽന സമാഅ സഖഫൻ മഹ്ഫൂളൻ വഹും അൻ ആയാതിഹി മുഅരിദൂൻ. അല്ലാഹു തആല പറയുകയാണ്, ആകാശത്തെ ഒരു സംരക്ഷിതമായ ഒരു മേൽക്കൂരയുണ്ടാക്കിയിട്ടുണ്ട്. എന്നാൽ ആ മേൽക്കൂരയുണ്ടാക്കിയതിനെ സംബന്ധിച്ച്, ആ ആകാശത്തിന്റെ ദൃഷ്ടാന്തങ്ങളെ സംബന്ധിച്ച് ശ്രദ്ധിക്കാതെ അശ്രദ്ധയിൽ തിരിഞ്ഞു കളയുന്ന ആളുകളെയാകുന്നു കൂടുതലുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. ഈ വചനം പല ആളുകളുടെയും ഹൃദയത്തിൽ, സ്വഹാബികളുടെ, താബിഈങ്ങളുടെ, തബഉ താബിഈങ്ങളുടെ ഹൃദയത്തിലേക്ക് അവർ ഉൾക്കൊള്ളുകയും അതിൽ ആ ആയത്തിൽ നിന്നും ഉൾക്കൊണ്ടുകൊണ്ട് ആകാശങ്ങളെ കുറിച്ച് കൂടുതൽ പഠിക്കുവാനും ജ്യോതിശാസ്ത്രപരമായി മുന്നേറുവാനും അത്തരം പൂർവികരായ ആളുകൾ ഈ ആയത്തിലൂടെ ശ്രമിച്ചു എന്ന് നമുക്ക് ചരിത്രങ്ങളിൽ കാണുവാൻ സാധിക്കും. ഇന്ന ഫീ ഖൽഖി സമാവാതി വൽ അർള് വഖ്തിലാഫൽ ലൈലി വൻ നഹാർ ലആയാതിൻ ലിഉലിൽ അൽബാബ്. സൂറത്ത് ആലി ഇംറാൻ 190-ാമത്തെ വചനം. അല്ലാഹു തആല പറയുന്നു, ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിലും അതേപോലെ രാത്രിയും പകലും മാറി മറിഞ്ഞു വരുന്നതിലും ചിന്തിക്കുന്ന ആളുകൾക്ക്, ബുദ്ധിയുള്ള ആളുകൾക്ക് ദൃഷ്ടാന്തമുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്. അങ്ങനെ ചിന്തിക്കുവാൻ, ബുദ്ധിയുള്ള ആളുകളോട് ആലോചിച്ചു നോക്കുവാൻ, പഠിക്കുവാൻ ഏറെ പ്രോത്സാഹിപ്പിക്കുകയും ഏറെ പ്രാധാന്യം നൽകുകയും ചെയ്തിട്ടുള്ള മതമാണ് പരിശുദ്ധമായ ഇസ്ലാം. അത്തരത്തിൽ ഉത്ബോധനം ചെയ്ത ഗ്രന്ഥമാണ് പരിശുദ്ധമായ ഗ്രന്ഥമായ വിശുദ്ധ ഖുർആൻ എന്നുള്ളത്. പേർഷ്യ സാമ്രാജ്യവും അതേപോലെ ബൈസന്റിയൻ സാമ്രാജ്യവും ഒക്കെ ലോകം കീഴടക്കിയിരുന്ന കാലത്ത് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ ഉണ്ടായ വലിയ വലിയ സൈനിക അട്ടിമറികളിലൂടെ ആ ലോകം കീഴടക്കാൻ സാധിച്ച അമീറുൽ മുഅ്മിനീൻ ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ലോകത്ത് തപാൽ സംവിധാനത്തിലൂടെ, കത്തിടപാടുകളിലൂടെ അത്തരത്തിലുള്ള സംവിധാനങ്ങൾ ഈ ലോകത്തിന് പരിചയപ്പെടുത്തിയത് ഉമർ റളിയല്ലാഹു അൻഹു ആയിരുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ഇസ്ലാമിക നാവികസേന രൂപീകരിച്ചത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ആയിരുന്നു എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും. സൈനിക വിദ്യാലയങ്ങളിൽ ഇന്നും യുദ്ധതന്ത്രങ്ങൾ പഠിപ്പിക്കുമ്പോൾ ഖാലിദ് ഇബ്നു വലീദ് ഖന്തഖ് യുദ്ധത്തിൽ പ്രയോഗിച്ച യുദ്ധതന്ത്രങ്ങളെ കുറിച്ച് ഇന്നും സൈനിക വിദ്യാലയങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് എങ്കിൽ, അത്തരത്തിൽ നമ്മുടെ മുൻഗാമികൾ
വെളിച്ചം വീശിയിട്ടുണ്ട്. ഭൗതികമായ പഠനത്തിന്, അതേപോലെ ഭൗതികമായ പഠന മുന്നേറ്റത്തിന്, ദീനീപരമായ വിജ്ഞാനത്തിനും നമ്മുടെ പൂർവികരായ ആളുകൾ അവർ വെളിച്ചം വീശിയതായി നമുക്ക് ചരിത്രങ്ങളിൽ കാണുവാൻ സാധിക്കും. CE 750 സ്വഹാബിയായിരുന്ന സവറത്ത് ജുന്ദബ് റളിയല്ലാഹു അൻഹുവിന്റെ പേരക്കുട്ടിയായിരുന്ന ഇബ്രാഹിം ഇബ്നു ഫറാസി റഹ്മഹുമുല്ലാ, അദ്ദേഹമാണ് ആദ്യമായി ലോകത്ത് ആസ്ട്രോ ലാബ് കണ്ടെത്തുന്നത്. അദ്ദേഹമാണ് ആദ്യമായും ആസ്ട്രോ ലാബ് കണ്ടെത്തുന്നത്. ആ കാലഘട്ടങ്ങളിൽ, പിന്നീട് അങ്ങോട്ട് ആ കാലഘട്ടങ്ങളിൽ യൂറോപ്യൻ പാശ്ചാത്യ, പടിഞ്ഞാറൻ പാശ്ചാത്യർ ഇസ്ലാമിനെയും മുസ്ലിമീങ്ങളെയും കീഴടക്കിയ സമയത്ത് ഈ ആസ്ട്രോ ലാബ് എന്താണെന്നറിയാതെ കൊട്ടാരത്തിൽ അലങ്കാര വസ്തുവായി ഉപയോഗിച്ചിരുന്നതായി നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും. ഉമർ റളിയല്ലാഹു അൻഹു തപാൽ സംവിധാനത്തിലൂടെ, ഉസ്മാൻ റളിയല്ലാഹു അൻഹു നാവിക സേന രൂപീകരിച്ചുകൊണ്ട് അതേപോലെയുള്ള രംഗങ്ങളിൽ ഇസ്ലാമിക ലോകം മുന്നേറുന്ന സമയത്ത് ഇന്ന് വലിയ ജാട നടിക്കുന്നവർ, ഇന്ന് വലിയ പെരുമ നടിക്കുന്ന പടിഞ്ഞാറൻ യൂറോപ്പിലെ ആളുകൾ അവര് കാടന്മാരായി, കാട്ടാളികളായി, കാടുകളിൽ അമ്പ് ചെയ്തുകൊണ്ട് മൃഗങ്ങളെയൊക്കെ അമ്പ് ചെയ്ത് ഭക്ഷിക്കുന്നവരായി, ഒരു കുളിമുറി പോലും ഇല്ലാതെ അത്തരത്തിൽ എന്താണ് എന്ന് പോലും അറിയാത്ത ഒരു സമൂഹമായി ജീവിക്കുകയായിരുന്നു എന്നുള്ള യാഥാർത്ഥ്യം, എന്നുള്ള സത്യം നമ്മൾ അറിയേണ്ടിയിരിക്കുന്നു, വിശ്വാസികൾ അറിയേണ്ടിയിരിക്കുന്നു. CE 875 അബ്ബാസ് ഇബ്നു ഫറൻസ് റഹ്മഹുമുല്ലാ എന്ന ഇസ്ലാമിക പണ്ഡിതൻ, അദ്ദേഹമാണ് ആദ്യമായി പറക്കുവാനുള്ള ആവേശത്തിൽ, അദ്ദേഹമാണ് ലോകത്താദ്യമായി ഒരു ഗ്ലാഡർ അദ്ദേഹമാണ് കണ്ടെത്തുന്നത്. അതിൽ അദ്ദേഹം പരാജയപ്പെട്ടു എന്നുള്ളത് പിന്നീടുള്ള ചരിത്രം. എന്നിരുന്നാലും അത്തരത്തിലുള്ള കണ്ടെത്തലുകൾക്ക് ഇസ്ലാമിക പണ്ഡിതന്മാര് മുന്നിൽ നിന്നിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ബഗ്ദാദിലെയും അതേപോലെയുള്ള സ്പെയിൻ സാമ്രാജ്യത്തിലെ ഇസ്ലാമികമായ നാഗരികതയിൽ ഉണ്ടായിരുന്ന പട്ടണങ്ങളിലെയും പള്ളിമിനാരങ്ങൾ അവര് വാന നിരീക്ഷണത്തിന് ഉപയോഗപ്പെടുത്തിയതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. പള്ളിമിനാരങ്ങളെ പോലും വാന നിരീക്ഷണത്തിന് ഉപയോഗപ്പെടുത്തിയവരായിരുന്നു നമ്മുടെ പൂർവികരായ ആളുകൾ, പൂർവികരായ പണ്ഡിതന്മാർ എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ഗണിതത്തിലും ജ്യോതിശാസ്ത്രത്തിലുമൊക്കെ, ഭൗതിക ശാസ്ത്രത്തിലും അങ്ങേയറ്റം ജ്ഞാനമുണ്ടായിരുന്ന അബു അബ്ദുള്ള മുഹമ്മദ് ബിൻ മൂസ ഖവാരിസ്മി എന്ന് പറയുന്ന പണ്ഡിതൻ, അദ്ദേഹമാണ് ഈ ലോകത്ത് ഗണിതശാസ്ത്രത്തിന് തിരികൊളുത്തി വെച്ചത്. അൽജിബ്ര എന്നും അൽഗോരിതം എന്നും ഇന്നിന്റെ കാലഘട്ടങ്ങളിൽ നമ്മൾ വിളിക്കുന്നത് അദ്ദേഹത്തിന്റെ ജന്മനാടിനെ സൂചിപ്പിച്ചുകൊണ്ട് ലാറ്റിൻ ഭാഷയിൽ വിളിക്കപ്പെടുന്ന ചില പ്രയോഗങ്ങളാണ്. അത്തരത്തിൽ ഗണിതശാസ്ത്രത്തിന് സംഭാവന നൽകിയ ഇസ്ലാമിക പണ്ഡിതനായിരുന്നു അബു അബ്ദുള്ള മുഹമ്മദ് ബിൻ മൂസ അൽ ഖവാരിസ്മി എന്ന് നമുക്ക് കാണാം. ലോകത്താദ്യമായി ഒരു സർവകലാശാല രൂപീകരിച്ചത് ജാമിയത്തുൽ ഖർവഈൻ എന്ന് പറയുന്ന ലോകത്താദ്യത്തെ സർവകലാശാല രൂപീകരിച്ചത് ആരായിരുന്നു? ഉത്ബത്ത് ബിൻ നാഫി റളിയല്ലാഹു അൻഹുവിന്റെ പിന്തലമുറയിൽപ്പെട്ട ഫാത്തിമത്ത് ഫിഹ്രി റഹ്മഹുല്ലാ എന്ന പണ്ഡിതയായ സ്ത്രീയായ ഒരു സ്ത്രീരത്നമായിരുന്നു എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും. ഇപ്രകാരം പഠിക്കുവാൻ ആവശ്യപ്പെട്ടുകൊണ്ട്, വളരുവാൻ ആവശ്യപ്പെട്ടുകൊണ്ട്, വിശുദ്ധ ഖുർആൻ നൽകിയ സന്ദേശങ്ങളെ ജീവിതത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് പല മേഖലകളിലും, ജ്യോതിശാസ്ത്രത്തിലും ഗണിതശാസ്ത്രത്തിലും ഭൗതികമായ അതേപോലെ വാനശാസ്ത്രത്തിലുമൊക്കെ നിരീക്ഷണ പാടവത്തിലൊക്കെ മുഴുകിയിരുന്ന ആളുകളായിരുന്നു പൂർവികരായ വിശ്വാസികളായ പണ്ഡിതന്മാരെന്ന് നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും. കുരിശുദ്ധത്തിന്റെ സമയത്ത് ഇസ്ലാമിക സാമ്രാജ്യങ്ങളെ കീഴടക്കിയ സമയത്ത് വലിയ വലിയ സ്പെയിനിലും അതേപോലെ ബഗ്ദാദിലും ഉണ്ടായിരുന്ന വലിയ വലിയ ഇസ്ലാമിക ലൈബ്രറികളെ ഒക്കെ അഗ്നിക്കിരയാക്കിക്കൊണ്ടാണ് ക്രൈസ്തവ സമൂഹം, അതല്ലെങ്കിൽ കുരിശുയുദ്ധത്തിൽ യൂറോപ്യൻ പടിഞ്ഞാറൻ നാഗരികതയുടെ വക്താക്കൾ അവരെല്ലാം ഈ ലോകത്ത് അത്തരത്തിൽ ഇസ്ലാമിക വിജ്ഞാനങ്ങളെ അവരെ കുഴിച്ചു മൂടിക്കൊണ്ടാണ്, അവര് അതിന്റെ പുറത്ത് നിന്നുകൊണ്ടാണ് പിന്നീട് അവർ ലോകത്തിന്റെ വലിയ തമ്പ്രാക്കന്മാരായി മാറിയത് എന്നുള്ള കാഴ്ച നമുക്ക് കാണുവാൻ സാധിക്കും. വിശുദ്ധ ഖുർആൻ നമ്മളോട് ചോദിക്കുന്ന ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുമ്പോ നമ്മൾ ജ്ഞാനമുള്ളവരായി മാറും നമ്മൾ എന്നുള്ളത് വാസ്തവമാണ്. എല്ലാ ജുമുഅ ദിവസങ്ങളിലും നമ്മൾ കേൾക്കാറില്ലേ വിശുദ്ധ ഖുർആൻ സൂറത്തുൽ വാശിയിലെ വചനങ്ങൾ, അഫലാ യൻദുറൂന ഇലൽ ലിബ്ലി കൈഫ ഖുലിഖത്, ഒട്ടകത്തെ എങ്ങനെയാണ് സൃഷ്ടിച്ചത് എന്ന് ആ സൃഷ്ടിപ്പിലേക്ക് നിങ്ങൾ നോക്കുന്നില്ലേ എന്ന് വിശുദ്ധ ഖുർആൻ നമ്മളോട് ആണയിട്ടുകൊണ്ട് ചോദിക്കുകയാണ്. മരുഭൂമിയിൽ സഞ്ചരിക്കുന്ന ഇന്നത്തെ ആധുനിക ലോകം കണ്ടുപിടിച്ച വലിയ വലിയ കാറുകളുണ്ട്. ലാൻഡ് ക്രൂയിസർ പോലെ, നിസാന്റെ പെട്രോൾ കാറുകൾ പോലെ, അത്തരത്തിൽ
മരുഭൂമികൾ താണ്ടുവാൻ കഴിയുന്ന മരുഭൂമികളുടെ മണൽ കാറ്റുകളെ അതിനെയൊക്കെ പ്രതിരോധിക്കാൻ കഴിയുന്ന വിധത്തിൽ അത്തരത്തിൽ സജ്ജീകരിച്ച കാറുകൾ, ആ ആധുനിക കാറുകളൊക്കെ കണ്ടെത്തുന്നതിന് മുമ്പ് ഒട്ടകത്തെയായിരുന്നു മനുഷ്യൻ മരുഭൂമിയിൽ യാത്രക്കായി വാഹനമായി ഉപയോഗിച്ചിരുന്നത്. ആ ഒട്ടകത്തിന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് ചിന്തിക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയുകയാണ്. കിലോമീറ്ററുകൾക്കപ്പുറമുള്ള വെള്ളത്തിന്റെ സ്രോതസ് തിരിച്ചറിയുവാനുള്ള കഴിവ് ഒട്ടകത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തിട്ടുണ്ട്. മണൽക്കാറ്റുകളെ പ്രതിരോധിക്കുന്ന തരത്തിൽ വലിയ വലിയ പീലികൾ നൽകിക്കൊണ്ട് കണ്ണടച്ച് പിടിച്ചാൽ പോലും കണ്ണിന്റെ കാഴ്ച കാണുന്ന രൂപത്തിൽ ഒട്ടകത്തിന്റെ കണ്ണുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ജലാംശം അടങ്ങിയിട്ടുള്ള മരുഭൂമിയിലെ മുൾച്ചെടികൾ ഭക്ഷിക്കുവാൻ യോഗ്യമായ രൂപത്തിൽ 2 നാവായി, വലിയ നാവുകളായി, ആ വലിയ ഒരു നാവിനെ 2ആയി പിളർത്തിക്കൊണ്ട് അതിനെ ഭക്ഷിക്കുവാൻ കഴിയുന്ന ഭക്ഷ്യയോഗ്യമായ രൂപത്തിൽ ആ നാവിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് ചിന്തിക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയുന്നു. അതിനെക്കുറിച്ച് നമ്മൾ എത്ര കണ്ട് ചിന്തിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ ആലോചിച്ചു നോക്കുക. വഇലസ് സമാഇ കൈഫ റുഫിയത് വഇലൽ ജിബാലി കൈഫ നുസിബത് വഇലൽ അർളി കൈഫ സുതിഹത്. നമ്മളെ കൊണ്ട് തിരിയാതെ മറിയാതെ നിൽക്കുന്ന ഈ ഭൂമിയെ കുറിച്ച് ചിന്തിക്കുവാൻ, ഈ ഭൂമിയെ പിടിച്ചു നിർത്തുന്ന പർവ്വതങ്ങളെ കുറിച്ച് ചിന്തിക്കുവാൻ, മേൽക്കൂരകളില്ലാതെ, ഒരു തൂണില്ലാതെ മേൽക്കൂരകൾ സംവിധാനിച്ച ആകാശത്തെ കുറിച്ച് ചിന്തിക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ, നിരന്തരമായി ഈ വചനങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുമ്പോഴും നമ്മൾ എത്ര കണ്ട് ഈ വചനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുവാനും, ഈ വചനങ്ങളെ കുറിച്ച് ചിന്തിക്കുവാനും, ഈ വചനങ്ങളെ കുറിച്ച് ആലോചിക്കുവാനും, ഇതിനെക്കുറിച്ച് ഗവേഷണം നടത്തുവാനും, ഇതെന്താണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത് എന്ന് ചിന്തിക്കുവാൻ എത്ര കണ്ട് നമ്മൾ പരിശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളത് നാം ഓരോരുത്തരും ആലോചിക്കുക, ചിന്തിക്കുക. അത്തരത്തിൽ വിശുദ്ധ ഖുർആൻ ആഴത്തിൽ പഠിച്ച് ദീനീ വിജ്ഞാനങ്ങൾ കരസ്ഥമാക്കി, അതോടൊപ്പം തന്നെ ഭൗതിക വിജ്ഞാനവും കരസ്ഥമാക്കി അത്തരത്തിൽ വിജ്ഞാനപരമായി മുന്നേറുവാൻ നമുക്ക് സാധിക്കണം. നാഥൻ അതിൽ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹി ലി വലക്കും വസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വഅലാ സ്വഹാബത്തിഹി അജ്മഈൻ വബഅദ്. ഉസീകും വഇയ്യായ സാനിയം ബിത്തഖ്വല്ലാഹ്. അല്ലാഹുവെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. ദീനീ വിജ്ഞാനത്തിനോടൊപ്പം ഭൗതികപരമായ വിജ്ഞാനങ്ങൾ നേടി മുന്നേറ്റം നടത്തിയവരായിരുന്നു പൂർവികരായ പണ്ഡിതന്മാർ എന്നതാണ് നമ്മൾ ഒന്നാമത്തെ ഖുത്ബയിൽ സൂചിപ്പിച്ചിട്ടുള്ളത്. അവർ വായിച്ച അതേ വിശുദ്ധ ഖുർആനാണ്, അവർ വായിച്ച അതേ ഹദീസുകളാണ് നമ്മുടെ വീടുകളിൽ ഷെൽഫുകളിൽ വിശ്രമിക്കുന്നത്. അതിനെ ഒന്ന് മറിച്ചു നോക്കുവാൻ, അതിൻ്റെ ആശയങ്ങൾ ഉൾക്കൊള്ളാൻ, ചിന്തിക്കാനും ആലോചിക്കാനും പറഞ്ഞ വചനങ്ങളെക്കുറിച്ച് ആഴത്തിൽ ചിന്തിക്കുവാൻ പ്രിയപ്പെട്ടവരെ നമ്മൾ തയ്യാറാവേണ്ടിയിരിക്കുന്നു. എവിടെയാണ് വിശ്വാസികൾക്ക് പതനം സംഭവിച്ചത്? ഉത്തരേന്ത്യയിൽ ഗല്ലികളിൽ ചുമട്ടുതൊഴിലാളികളായി, റിക്ഷ വലിക്കുന്ന മനുഷ്യരായി അധപ്പതിച്ച ഒരു സമൂഹമായി, ആർക്കും എന്തും ചെയ്യാവുന്ന സമൂഹമായി, വഴിയിൽ പോകുന്ന ആളുകൾക്കെല്ലാം കൊട്ടാൻ കഴിയുന്ന രൂപത്തിലുള്ള ഒരു സമുദായമായി ഈ ഉമ്മത്ത് എങ്ങനെയാണ് അധപ്പതിച്ചത് എന്നുള്ളത് നാം ചിന്തിക്കണം, ആലോചിക്കണം. വിജ്ഞാനം നേടുന്നതിൽ നിന്നും, അറിവ് നേടുന്നതിൽ നിന്നും, വിശുദ്ധ ഖുർആൻ ഉൾക്കൊള്ളുന്നതിൽ നിന്നും, അതിൽ നിന്നെല്ലാം മാറി നടന്നു, അല്ലെങ്കിൽ അതിനൊന്നും അത്ര പ്രാധാന്യം നൽകിയില്ല എന്നുള്ളതാണ് അത്തരത്തിൽ അകറ്റപ്പെടാനുണ്ടായ, ആർക്കും വേണ്ടാത്തൊരു സമുദായമായി, സമൂഹമായി മാറുവാനുണ്ടായ കാരണം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഭൗതികമായ വിജ്ഞാനങ്ങൾ ഒരുപാട് കരസ്ഥമാക്കുവാൻ നമ്മൾ നമ്മുടെ മക്കളെ സജ്ജമാക്കാറുണ്ട്, പറഞ്ഞയക്കാറുണ്ട്.
ദീനീപരമായ വിജ്ഞാനങ്ങൾ നമ്മുടെ മക്കൾക്ക് നമ്മൾ നൽകിയോ എന്നുള്ളത് നമ്മൾ ആലോചിക്കണം. പൂർവികരായി ഞാൻ ഒന്നാമത്തെ ഖുത്ബയിൽ സൂചിപ്പിച്ച ലോകം കണ്ട ശാസ്ത്രജ്ഞന്മാർ, അവർ വിശുദ്ധ ഖുർആൻ പഠിച്ച, വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കിയ, അതിൻ്റെ തഫ്സീറുകൾ വിശദീകരണം അറിയുന്ന, പ്രവാചകന്റെ ഹദീസുകളെ മനഃപ്പാഠമാക്കിയ, എന്നിട്ട് അതുപയോഗിച്ച് ചിന്തിച്ച് ലോകത്തിന് മുന്നിൽ അത്ഭുതങ്ങൾ സൃഷ്ടിച്ച വലിയ വലിയ പണ്ഡിതന്മാരായിരുന്നു പൂർവികരായ ആളുകൾ എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ മുന്നേറുവാൻ, വിശുദ്ധ ഖുർആൻ ആഴത്തിൽ പഠിക്കുവാൻ, അതിൻ്റെ ആശയതലങ്ങൾ പഠിക്കുവാൻ, അതിൻ്റെ അർത്ഥതലങ്ങൾ ഉൾക്കൊള്ളുവാൻ, അതിലേക്ക് ഇറങ്ങി ചിന്തിക്കുവാൻ നമ്മുടെ മക്കളെ നമ്മൾ പ്രാപ്തരാക്കണം. നമ്മുടെ മക്കളെ ദീനീ വിജ്ഞാനത്തിൽ നമ്മൾ എത്ര കണ്ട് നമ്മുടെ മക്കളെ ഉയർത്തിക്കൊണ്ടുവന്നു എന്ന് നാം ആലോചിക്കുക. കഴിഞ്ഞ ആഴ്ചത്തെ ഖുത്ബയിൽ A+ നേടിയ ഒരു കുട്ടിയുടെ സംഭവം നമ്മൾ വിശദീകരിക്കുകയുണ്ടായി. അവസാനം ആ കുട്ടിക്ക് സംഭവിച്ചത് എന്താണ് എന്നുള്ളത് ഒക്കെ നമ്മൾ വിശദീകരിക്കുകയുണ്ടായി. അങ്ങനെയൊക്കെ നമ്മുടെ മക്കൾക്ക് സംഭവിക്കാതിരിക്കണമെങ്കിൽ നമ്മുടെ മക്കൾ ദീന് അറിയുന്നവരായി, ദീന് പഠിക്കുന്നവരായി നമ്മുടെ മക്കൾ മാറണം. നമ്മുടെ മക്കൾ നമസ്കരിക്കാൻ വരുമ്പോ, അതല്ലെങ്കിൽ നമ്മൾ തന്നെ നമസ്കരിക്കുമ്പോ കൈകെട്ടിയിട്ട് അല്ലാഹുമ്മ ബാഇദ് ബൈനി വബൈന ഖത്വായായ എന്നിങ്ങനെ പറയുമ്പോ എന്താണ് പറയുന്നത് എന്ന് കൃത്യമായി മനസ്സിലാക്കാൻ പോലും കഴിയുന്നില്ല. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, ലോകരക്ഷിതാവായ അള്ളാഹുവിനാകുന്ന സർവസ്തുതിയും എന്ന് പറയുമ്പോ എന്തിന് അള്ളാഹുവിനെ സ്തുതിക്കണമെന്ന് മക്കളോട് നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കണം. കണ്ണ് കാണാത്ത, കാത് കേൾക്കാത്ത, കാലുകൾക്ക് കൈകൾക്ക് വയ്യായ്മയുള്ള, അംഗവൈകല്യമുള്ള എത്രയോ ആളുകൾക്കിടയിൽ ഇതെല്ലാം നൽകി എന്നെ സംവിധാനിച്ച് ലോകത്ത് ഓരോ ദിവസവും ഓരോ ജീവനുകൾ പൊടിഞ്ഞു വീണുകൊണ്ടിരിക്കുമ്പോ അതിൽ നിന്നെല്ലാം എന്നെ സംരക്ഷിച്ച് ഈ ശരീരം നൽകിയ, ഇതെല്ലാം നൽകിയ റബ്ബ്, ആ റബ്ബിന് ഞാൻ സ്തുതികൾ അർപ്പിക്കുന്നു എന്ന് ആത്മാർത്ഥമായി ആ സ്തുതികൾ പറയുവാൻ ഉൾക്കൊണ്ടുകൊണ്ട്, അർത്ഥം ഉൾക്കൊണ്ട്, ആശയം ഉൾക്കൊണ്ടുകൊണ്ട് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയുവാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കാറുണ്ടോ എന്നുള്ളത് നാം ആലോചിക്കുക. അങ്ങനെ നമ്മുടെ മക്കൾക്ക് നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ ആലോചിക്കുക. ഇടയിലെ ഇരുത്തത്തിലെ പ്രാർത്ഥനയിൽ എന്ത് ഭംഗിയായിട്ട് നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ റബ്ബിനോട് ചോദിക്കുന്നു. 2 സുജൂദുകൾക്കും ഇടയിലുള്ള ഇരുത്തത്തിൽ റബ്ബേ എനിക്ക് പുറത്തു തരണേ, റബ്ബേ എനിക്ക് റിസ്ഖ് നൽകണേ, റബ്ബേ എന്റെ പദവികൾ വർദ്ധിപ്പിക്കണേ എന്നെല്ലാം പ്രാർത്ഥിക്കുമ്പോൾ അതിൻ്റെ അർത്ഥവും ആശയം ഉൾക്കൊണ്ടുകൊണ്ട് റബ്ബേ സുബ്ഹ് മുതൽ ളുഹർ വരെയുള്ള സമയങ്ങളിൽ പലതരത്തിലുള്ള തിന്മകൾ കണ്ടവരാണ്, കേട്ടവരാണ്, നടന്നെടുത്തവരാണ്, കൈകൾ കൊണ്ട് ചെയ്തവരാണ്. റബ്ബേ ഇതാ ഈ നമസ്കാരം ചോദിക്കുന്നു, അല്ലാഹുമ്മ ഗ്ഫിർലി റബ്ബ് ഗ്ഫിർലി എന്ന് അങ്ങനെ ഒന്ന് പ്രാർത്ഥിക്കാൻ, അങ്ങനെ മനസ്സറിഞ്ഞ് റബ്ബിനോടൊന്ന് മുനാജാത്ത് നടത്താൻ, രഹസ്യ സംഭാഷണം നടത്താൻ നമ്മുടെ നമസ്കാരത്തിലൂടെ നമുക്ക് സാധിക്കാറുണ്ടോ എന്നുള്ളത് നമ്മൾ ആലോചിക്കുക. നമ്മുടെ മയ്യത്തിങ്ങനെ മുന്നിൽ വെച്ചിട്ട് നമ്മുടെ മക്കൾ നെഞ്ചത്ത് കൈവച്ച് അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വറഹംഹു, അല്ലാഹുവേ ഈ മരിച്ചു കിടക്കുന്നത് എൻ്റെ ഉപ്പയാണ്, ഈ മരിച്ചു കിടക്കുന്നത് എൻ്റെ ഉമ്മയാണ്, ഈ ഖബറിൽ കിടക്കുന്നത് എൻ്റെ ഉപ്പയാണ്, ഈ ഖബറിൽ കിടക്കുന്നത് എൻ്റെ ഉമ്മയാണ്, ഈ ഉമ്മാക്ക് ജീവിതത്തിൽ വന്നു പോയ പല പാകപ്പിഴവുകൾ ഉണ്ടാൻ റബ്ബേ, അതെല്ലാം പൊറുക്കണേ, ഇനി നിന്റെ അടുക്കലാണെല്ലാം, നീ പൊറുക്കണേ എന്ന് ആത്മാർത്ഥമായി അർത്ഥമറിഞ്ഞ് തേടുന്ന, ഉപ്പാക്ക് പുറത്തു കൊടുക്കണേ എന്ന് അർത്ഥമറിഞ്ഞുകൊണ്ട് തേടുന്ന എത്ര മക്കളെ നമ്മൾ തയ്യാറാക്കി വെച്ചു എന്നുള്ളത് നമ്മൾ ആലോചിക്കുക. നമ്മുടെ മക്കൾക്ക് അത്തരത്തിലുള്ള വിജ്ഞാനങ്ങൾ എത്ര കണ്ട് പകർന്നു കൊടുത്തു എന്നുള്ളത് വളരെ ഗൗരവത്തിൽ നമ്മൾ ആലോചിക്കുക. അതിനൊക്കെ നമുക്ക് ഒരു 2ാം സ്ഥാനമാണ്. ദീനിന്റെ വിജ്ഞാനങ്ങൾക്ക് നമുക്കൊക്കെ ഒരു 2ാം സ്ഥാനമാണ്. അതൊക്കെ ഏതെങ്കിലും ആഴ്ചയിൽ ഒരു ദിവസം, അതല്ലെങ്കിൽ ആഴ്ചയിൽ ഏതെങ്കിലും 1 മണിക്കൂർ നേരം, ഒരു ദിവസത്തിൽ 1 മണിക്കൂർ നേരം കിട്ടിയാൽ മതിയാകുന്ന ഒന്നാണ് എന്ന് മനസ്സിലാക്കുന്ന ആളുകളാണ്. മദർസ വിദ്യാഭ്യാസം കഴിയുന്ന എത്ര കുട്ടികൾ അവരുടെ പ്രായത്തിന് മുമ്പേ തന്നെ പല കാര്യങ്ങളും പഠിച്ചിട്ട് സ്ത്രീകൾക്ക് ആർത്തവരക്തവുമായി ബന്ധപ്പെട്ട്, പ്രസവരക്തവുമായി ബന്ധപ്പെട്ട് എപ്പോൾ കുളിക്കണം, എന്ന് കുളിക്കണം, എങ്ങനെ കുളിക്കണമെന്ന് അതിന്റെ പ്രായത്തിന് മുന്നേ അറിഞ്ഞിട്ട് പ്രായമെത്തുമ്പോൾ നെട്ടം തിരിയുന്ന എത്ര കുട്ടികളുണ്ട്. എന്നിട്ട് അതിന്റെ സമയം കഴിഞ്ഞിട്ടും എത്രയോ നമസ്കാരങ്ങൾ ഖളാ ആക്കുന്ന എത്ര കുട്ടികളുണ്ട്.
നാട്ടുനടപ്പിന്റെ ഭാഗമായി പ്രസവരക്തത്തിന്റെ അത് നിന്നതിന് ശേഷവും എത്രയോ കാലങ്ങൾ കഴിഞ്ഞിട്ട് 40 തികയട്ടെ എന്ന് ഉമ്മ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ, അമ്മായിമ്മ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ആ 20ാമത്തെ ദിവസവും 30ാമത്തെ ദിവസവും ആ രക്തസ്രാവം നിന്നതിന് ശേഷം 10ഉം 20ഉം ദിവസവും നമസ്കാരം നഷ്ടപ്പെടുത്തി കഴിയുന്ന എത്ര സ്ത്രീകളുണ്ട് ഈ സമൂഹത്തിൽ, ഈ സമുദായത്തിൽ. എന്താണ്? ദീൻ അറിയാത്തതിന്റെ ഫലമാണത്. ദീൻ അറിയാത്തതിന്റെ ഫലമാണത്. പ്രായപൂർത്തിയായി വരുമ്പോ ഒരു ആൺകുട്ടിക്ക് പ്രായപൂർത്തിയായി വരുമ്പോ മതി പുറപ്പെടുമ്പോ അതെല്ലാം എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത്, അവിടുത്തെ കുളികൾ എങ്ങനെയാണ്, അത് വസ്ത്രത്തിലായാൽ എങ്ങനെ ശുദ്ധിയാക്കണമെന്ന് അറിയുന്ന എത്ര മക്കളുണ്ട് നമ്മുടെ മക്കളിൽ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആലോചിക്കണം, ഗൗരവത്തിൽ ആലോചിക്കണം. ദീനാണിത്. ആ ദീനെ നമ്മൾ പഠിക്കണം, ഉൾക്കൊള്ളണം. അതിനെ പഠിക്കുവാൻ നമ്മൾ സമയം കണ്ടെത്തണം. അതിനുവേണ്ടി നമ്മൾ നമ്മുടെ മക്കളെ പ്രാപ്തരാക്കണം. അതിനുവേണ്ടി നമ്മൾ നമ്മുടെ മക്കളെ തയ്യാർ ചെയ്യണം. അതിനുവേണ്ടിയുള്ള സംവിധാനങ്ങൾ നമ്മുടെ മക്കൾക്ക് നമ്മൾ ഒരുക്കിക്കൊടുക്കുകയെങ്കിലും ചെയ്യണം എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ സൂറത്ത് അഅറാഫ് 179ാമത്തെ സൂക്തത്തിൽ ചില ആളുകളെ സംബന്ധിച്ച് പറയും. നരകത്തിന് വേണ്ടി സംവിധാനിക്കപ്പെട്ട ചില ആളുകളെ സംബന്ധിച്ച്. നരകമില്ല എന്ന് നമ്മൾ കരുതുന്നുണ്ടോ? ഖബറൊന്നില്ല എന്ന് കരുതുന്നുണ്ടോ? അല്ലാഹു നമ്മളെ നിരീക്ഷിക്കുന്നില്ല എന്ന് നമ്മൾ കരുതുന്നുണ്ടോ? ക്യാമറകൾ വരുമ്പോ ഹെൽമെറ്റ് എടുത്തു വെക്കാനും സീറ്റ് ബെൽറ്റ് ഇടാനും നമ്മൾ ശ്രദ്ധ കാണിക്കുമ്പോ ആ ക്യാമറകൾ നിർമ്മിക്കുവാൻ മനുഷ്യന് ബുദ്ധി നൽകിയ, മനുഷ്യന് ചിന്താശേഷി നൽകിയ, മനുഷ്യന് കണ്ണ് നൽകിയ ആ രക്ഷിതാവിനെ കുറിച്ച് എത്ര കണ്ട് നമ്മൾ ആലോചിച്ചിട്ടുണ്ട്, ചിന്തിച്ചിട്ടുണ്ട്? നമ്മൾ ആലോചിക്കുക. ഒരു നിമിഷം ഒന്ന് ഓക്സിജൻ സിലിണ്ടറിന്റെ ആവശ്യം വന്നു കഴിഞ്ഞാൽ വെന്റിലേറ്ററിൽ കിടക്കുമ്പോൾ എത്ര ലക്ഷങ്ങളാണ്, എത്ര പതിനായിരങ്ങളാണ് നമ്മൾ ആശുപത്രികൾ മുടക്കാറുള്ളത് എന്ന് നമ്മൾ ആലോചിക്കുക. അതെല്ലാം നമ്മുടെ റബ്ബ് നമുക്ക് സൗജന്യമായി ഇവിടെ നൽകുമ്പോ, അത് ആസ്വദിച്ച് ജീവിക്കുമ്പോ നമ്മൾ ആലോചിക്കുക, അതൊന്നും ഉണ്ടാവില്ല, സംഭവിക്കുകയില്ല എന്നുള്ള ഒരു ധാർഷ്ട്യത്തിലാണ് നമ്മൾ കഴിയുന്നതെന്ന് നമ്മൾ ആലോചിക്കുക. കഠിനമായ ചൂട് അനുഭവിച്ചവരാണ് നമ്മൾ. ഇതിനേക്കാളും വലിയ ചൂട് റബ്ബ് നൽകുമെന്ന് റബ്ബ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ആ ചൂടിൽ നിന്ന് നമ്മുടെ ശരീരത്തെ രക്ഷിക്കണം. വലഖദ് സറഅനാ ലിജഹന്നമ കസീറൻ മിനൽ ജിന്നി വൽ ഇൻസ്, ജിന്നുകളിൽ നിന്നും മനുഷ്യരിൽ നിന്നും നരകത്തിലേക്ക് വേണ്ടി ചില വിറകുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല തയ്യാറാക്കിയിട്ടുണ്ട്. എന്താണ് അവരുടെ പ്രത്യേകത? ലഹും ഖുലൂബും ലാ യഫ്ഖഹൂന ബിഹാ വലഹും അയ്നുൻ ലാ യുബ്സിറൂന ബിഹാ വലഹും ആസാനും ലാ യസ്മഊന ബിഹാ ഉലൈക കൽ അൻആം ബൽ ഹും അളൽ ഉലൈക ഹുമുൽ ഗാഫിലൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ചില ആളുകൾ അവരുടെ പ്രത്യേകത, അവർക്ക് ഹൃദയമുണ്ട്. ആ ഹൃദയം കൊണ്ട് ചിന്തിച്ച് മനസ്സിലാക്കാത്തവരാണ് അവർ. അതേപോലെ അവർക്ക് കണ്ണുകളുണ്ട്. ആ കണ്ണുകൾ കൊണ്ട് നോക്കി കാണേണ്ടത് നോക്കി കാണാത്തവരാണ് അവർ. അവർക്ക് കാതുകളുണ്ട്. ആ കാതുകൾ കൊണ്ട് അവർ കേൾക്കേണ്ടത് കേൾക്കാത്തവരാണ് അവർ. അത്തരം ആളുകൾ ഉലൈക കൽ അൻആം, അവർ മൃഗത്തെക്കാൾ അധപ്പതിച്ച ആളുകളാണ്. മൃഗത്തെ പോലെയാണ്, മൃഗങ്ങളെ പോലെയാണ് എന്ന് പറഞ്ഞു. എന്നിട്ട് അല്ലാഹു തആല ഒന്നുകൂടെ തിരുത്തി പറഞ്ഞു, അങ്ങനെ പറഞ്ഞാൽ അത് മൃഗങ്ങൾക്ക് പോലും മോശമാണ്. ബൽ ഹും അവൽ, അതിനേക്കാളും മതപ്പതിച്ചവരാണ് അത്തരം ആളുകളെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ തൊട്ടടുത്തുള്ള ക്യാമ്പസുകളുടെ മുന്നിൽ ചെന്ന് നിന്നാൽ നമുക്ക് മനസ്സിലാകും ഇന്നത്തെ വിദ്യാഭ്യാസ കാലത്ത് വിദ്യകൾ നേടുന്ന വിദ്യാർത്ഥികൾ നേടിയെടുക്കുന്ന വിദ്യകളുടെ ഗുണം എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കും. വെള്ളത്തിനെ കുറിച്ച് H2O എന്ന തന്മാത്രയായ വെള്ളത്തിനെ കുറിച്ച് പഠിച്ചിട്ട് സ്വന്തം അയൽവാസിക്ക് വെള്ളം കൊടുക്കാതെ കിണറുകൾ കെട്ടിവെക്കുന്ന, മൂടിവെക്കുന്ന ആളുകളാണ് ഇന്ന് സമൂഹത്തിലുള്ളത്. അത്തരത്തിൽ തിരിച്ചറിവില്ലാത്ത കാലം. ഓക്സിജന്റെയും അതേപോലെ ഹൈഡ്രജന്റെയും ഈ തന്മാത്രകളെ കുറിച്ചും അതിന്റെ ഫോർമുലകളെ കുറിച്ചും ഒക്കെ പഠിച്ചിട്ട് ഇത് റബ്ബെനിക്ക് നൽകി എന്നുള്ള ബോധമില്ലാത്ത ആളുകളായി ഇന്നിന്റെ സമൂഹം മാറിയിട്ടുണ്ട്. സ്വന്തം ഉമ്മാനെ ഏത് വയറ്റിലാണോ 10 മാസം 9 മാസം ഗർഭം ചുമന്ന് നടന്നത്, ആ വയറ്റത്ത് ചവിട്ടിയിട്ടിറങ്ങിപ്പോകുന്ന മക്കൾ വിദ്യാസമ്പന്നരാണത്രേ, ഡോക്ടർമാരാണത്രേ, എഞ്ചിനീയർമാരാണത്രേ. ഉദ്ഘാടനം കഴിഞ്ഞ് മാസങ്ങൾക്കുള്ളിൽ പൊളിഞ്ഞു പോകുന്ന റോഡുകളും പാലങ്ങളും നിർമ്മിക്കുന്നവർ വലിയ വലിയ എഞ്ചിനീയർമാരാണത്രേ. കൈകൾ ശസ്ത്രക്രിയ ചെയ്യുന്നതിന് പകരം അബദ്ധം സംഭവിച്ചിട്ട് അതല്ലെങ്കിൽ സുബദ്ധത്തിലോ അശ്രദ്ധയിലോ അത്തരത്തിൽ നാവുകൾ ശസ്ത്രക്രിയ ചെയ്യുന്ന വാർത്തകൾ ഇന്നലകൾ നമ്മൾ കേട്ടു.
അത്തരത്തിൽ എത്ര ആളുകൾ മറ്റുള്ളവന്റെ കിഡ്നിയും മറ്റുള്ളവന്റെ അവയവങ്ങളും മറ്റുള്ളവർക്ക് പങ്കുവെക്കുവാൻ വേണ്ടി പെടാപ്പാട് പെടുകയും ജീവൻ രക്ഷിക്കാൻ വരുന്ന രോഗിയുടെ ആ ചികിത്സിക്കുന്നതിന് പകരം അവന്റെ പോക്കറ്റുകളിലേക്ക് നോക്കുന്ന ഡോക്ടർമാരുള്ള കാലത്ത് തിരിച്ചറിവുള്ള അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധമുള്ള ഡോക്ടർമാരായി, എഞ്ചിനീയർമാരായി, അധ്യാപകരായി, ബിസിനസ്സുകാരായി നമ്മുടെ മക്കളെ നമ്മൾ വാർത്തെടുക്കണം, മാറ്റിയെടുക്കണം. അതിന് നമ്മൾ ആദ്യം നൽകേണ്ടത് ദീനാണ്. അതിനാദ്യം നമ്മൾ പഠിപ്പിക്കേണ്ടത് ഖുർആനാണ്. അതിന് നമ്മൾ നൽകേണ്ടത് പ്രവാചകന്റെ അധ്യാപനങ്ങളാണ്. ഈ അധ്യാപനങ്ങൾ നമ്മുടെ മക്കൾക്ക് നമ്മൾ നൽകണം. അത് വേണ്ട വിധത്തിൽ, വേണ്ട രൂപത്തിൽ നൽകണം. അതല്ലെങ്കിൽ ഏതെങ്കിലും സമയം കഴിയുമ്പോൾ നെഞ്ചത്തടിച്ചിട്ടോ അതല്ലെങ്കിൽ അത്തരത്തിൽ ചിന്തിച്ചിട്ടോ കാര്യമുണ്ടാവുകയില്ല. കൊടുക്കേണ്ട സമയത്ത് കൊടുക്കാതെ, ഡിഗ്രി കഴിഞ്ഞിട്ട് അതല്ലെങ്കിൽ +2 കഴിഞ്ഞിട്ട് 10ാം ക്ലാസ് എത്തിയിട്ട് അതിനു മുമ്പ് മദ്രസയിൽ പോലും പറഞ്ഞയക്കാതെ, മദ്രസയിൽ 1 മണിക്കൂർ കൂടുമ്പോൾ അധ്യാപകനെ കുറ്റം പറഞ്ഞ് അത്തരത്തിൽ അധ്യാപകർക്കെതിരെ പരാതി കൊടുത്ത് ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അത് വലിയ കുത്തിപ്പൊന്തിച്ച് വലിയ പ്രശ്നങ്ങളാക്കി മാറ്റി മദ്രസയിൽ നിന്ന് മക്കളെ പേര് വെട്ടിച്ച് സ്കൂളുകളിലേക്ക് നേരത്തെ പറഞ്ഞയക്കുമ്പോൾ, കോളേജുകളിലേക്ക് നേരത്തെ പറഞ്ഞയക്കുമ്പോൾ, അതെല്ലാം കഴിഞ്ഞ് 10ലും +2ലും എത്തി ഏതെങ്കിലും മയക്കുമരുന്നിന്റെ MDMA ഒക്കെ അടിമയായി നമ്മുടെ മക്കൾ മാറിയിട്ട് ഏതെങ്കിലുമൊക്കെ പ്രണയത്തിന്റെ കുടുക്കുകൾ പെട്ടിട്ട് നമ്മുടെ മക്കൾ വന്നിട്ട് ആ നേരത്ത് പള്ളിയിലെ ഉസ്താദിന്റെ അടുക്കലേക്ക്, ഇമാമിന്റെ അടുക്കലേക്ക് വന്ന് ആ നേരത്ത് മക്കളെ ഒന്ന് ശരിയാക്കണേ, നന്നാക്കണേ എന്ന് പറഞ്ഞതുകൊണ്ട് ഒരു കാര്യവും ഉണ്ടാവില്ല പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അതുകൊണ്ട് നമ്മുടെ മക്കൾക്ക് ദീന് അത് എപ്പോഴാണോ ആവശ്യമുള്ളത് ആ സമയങ്ങൾ കൊടുക്കാൻ നമുക്ക് കഴിയണം. അത് കൊടുക്കുവാൻ നമുക്ക് കഴിയണം. അതാദ്യം നമ്മൾ കരസ്ഥമാക്കണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ പള്ളി കേന്ദ്രീകരിച്ചുകൊണ്ട് അത്തരത്തിലുള്ള സംവിധാനങ്ങൾക്ക് നമ്മൾ ഒരുക്കി കൊടുക്കണം നമ്മുടെ മക്കൾക്ക്. ഇവിടെ മദ്രസ സംവിധാനം നടക്കുന്നുണ്ട്. കുട്ടികളുടെ സൗകര്യമനുസരിച്ച് രാവിലെയാണോ വൈകുന്നേരമാണോ, സ്കൂളിന്റെ സൗകര്യമനുസരിച്ച് ഏത് രൂപത്തിലും. ഇനി അതല്ല ഭൗതികമായി വന്നു പോകാനുള്ള പ്രയാസമുണ്ടെങ്കിൽ മറ്റു ഓൺലൈൻ സംവിധാനങ്ങൾ, അതെല്ലാം നമ്മൾ ഇവിടെ നമ്മുടെ ഈ പള്ളിയുടെ കീഴിലുള്ള മദ്രസയിൽ നമ്മൾ ലഭ്യമാക്കിയിട്ടുണ്ട്. അത് എല്ലാ ആളുകളും, എല്ലാ രക്ഷിതാക്കളും അത് ശ്രദ്ധിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. വേണ്ട വിധത്തിൽ നമ്മുടെ മക്കൾക്ക് ഇത് നൽകണം. മദ്രസ പ്രായം കഴിഞ്ഞ ടീനേജിലെ വിദ്യാർത്ഥികൾക്ക് 8ാം ക്ലാസ്, 9ാം ക്ലാസ്, 10ാം ക്ലാസ്, +1, +2, ഡിഗ്രി തലങ്ങൾ, PG തലങ്ങൾ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അവർക്ക് വേണ്ടി ഇൻഷാ അല്ലാഹ് ആഴ്ചയിൽ ഒരു ദിവസം നമുക്ക് ഒരു മോറൽ, ധാർമ്മികപരമായ വിജ്ഞാനങ്ങൾ നൽകുന്ന ഒരു സംവിധാനം നമ്മൾ ഒരുക്കുന്നുണ്ട്. അതിലേക്ക് നമ്മുടെ മക്കളെ നമ്മൾ പറഞ്ഞയക്കണം. ഈ പള്ളിയിൽ നടന്നു വരുന്ന ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. സുബഹിക്ക് ശേഷം തിരു ഹദീസ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരു ഹദീസുകളെ കുറിച്ച്, ഖുർആനിലെ ചില വചനങ്ങളെ കുറിച്ചൊക്കെ ഇവിടെ ക്ലാസ്സുകൾ ഉണ്ടാവാറുണ്ട്. അതും ഉപയോഗപ്പെടുത്തുവാൻ ആളുകൾ ശ്രദ്ധിക്കണേ എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അതേപോലെ എല്ലാ ശനിയാഴ്ചകളിലും അസ്ർ നമസ്കാരത്തിന് ശേഷം സ്ത്രീകൾക്ക് ഖുർആൻ ക്ലാസ് നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിന്റെ അർത്ഥവും ആശയും ഉൾക്കൊണ്ടുകൊണ്ട് അത്തരത്തിൽ അത് പഠിപ്പിക്കുന്ന ഒരു ക്ലാസ് നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ സഹോദരിമാരെ, നമ്മുടെ ഭാര്യമാരെ, നമ്മുടെ പെൺമക്കളെ ഒക്കെ പറഞ്ഞയക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. അത് സഹോദരിമാർ പ്രത്യേകം ശ്രദ്ധിക്കണേ എന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു. ഇൻഷാ അല്ലാഹ് എല്ലാ ആളുകൾക്കും, പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഒക്കെ പങ്കെടുക്കുന്ന തരത്തിൽ ദീനീ വിജ്ഞാനം, നമസ്കാരത്തെ സംബന്ധിച്ച്, വുളൂഇനെ സംബന്ധിച്ച്, പ്രവാചകന്റെ സീറകളെ കുറിച്ച്, ചരിത്രത്തെ സംബന്ധിച്ചൊക്കെയും വിശാലമായി പഠിക്കുന്ന ദറസുകൾ ഇൻഷാ അല്ലാഹ് നമ്മുടെ പള്ളി കേന്ദ്രീകരിച്ച് നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതിന് എല്ലാ ആളുകളുടെയും സഹകരണം സാന്ദർഭികമായി ആവശ്യപ്പെടുകയാണ്. ദീന് പഠിക്കുവാനും വിജ്ഞാനം നേടുവാനും കൂടുതൽ പഠിക്കുവാനും മരണം വരെ ആ പഠനം തുടരുവാനും നമുക്ക് സാധിക്കണം. നാഥൻ അതിന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിൽ പറയുന്നതും കേൾക്കുന്നതും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ അള്ളാഹു നമുക്ക് എവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ദീനി വിജ്ഞാനം ധാരാളം പഠിക്കുവാൻ, അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ അത് നമുക്ക് എവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റഹ്മാനായ റബ്ബേ, ജീവിതത്തിൽ ഞങ്ങളോടൊപ്പം കഴിഞ്ഞ ഞങ്ങളുടെ പ്രിയപ്പെട്ട ആളുകൾ, ഉമ്മയെ നഷ്ടപ്പെട്ട് ഉമ്മ ഖബറിന്റെ അടിയിൽ കിടക്കുന്നവർ, ഉപ്പ ഖബറിന്റെ അടിയിൽ കിടക്കുന്നവർ എത്രയോ ആളുകൾ ഉണ്ട് റബ്ബേ. സഹോദരങ്ങളെ, സഹോദരിമാരെ ജീവിതത്തിന്റെ വഴികളിൽ, യാത്രകളിൽ നഷ്ടപ്പെട്ടു പോയവർ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരാണ് റബ്ബേ. അവർ ഇന്ന് ബർസഖിന്റെ ലോകത്താണ് റബ്ബേ. അവരുടെ ബർസഖിന്റെ ലോകം നീ വിശാലമാക്കി നൽകി അനുഗ്രഹിക്കണ റഹ്മാനെ. അവരുടെ ബർസഖിന്റെ ലോകം നീ സ്വർഗത്തോപ്പാക്കി മാറ്റി അനുഗ്രഹിക്കണ റഹ്മാനെ. അവരുടെ ബർസഖിന്റെ ലോകം നീ സന്തോഷമുള്ള
ബർസഖിന്റെ ലോകമാക്കി മാറ്റി അനുഗ്രഹിക്കണ റഹ്മാനെ. നാളെ ഞങ്ങൾ ബർസഖിന്റെ ലോകത്തിലേക്ക് യാത്ര തിരിക്കുമ്പോൾ ഞങ്ങളുടെ ബർസഖിന്റെ ലോകവും സന്തോഷത്തോപ്പാക്കി മാറ്റി അനുഗ്രഹിക്കണ റഹ്മാനെ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകളെയും ഞങ്ങളെയും നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ നീ ഒരുമിച്ചേർത്ത് അനുഗ്രഹിക്കണ റഹ്മാനെ. നരകാഗ്നിയുടെ ചൂടിനെ തൊട്ട് നീ ഞങ്ങളെ കാത്തുരക്ഷിച്ച് അനുഗ്രഹിക്കണ റഹ്മാനെ. വിചാരണ ദിവസം അറശിന്റെ തണൽ ലഭിക്കുന്ന വിശ്വാസികളിൽ നാദാ നീ ഞങ്ങളേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണ റഹ്മാനെ. വിചാരണ കൂടാതെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന വിശ്വാസികളിൽ നാദാ നീ ഞങ്ങളേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണ റഹ്മാനെ. റഹ്മാനായ റബ്ബേ, ഏറെ പൊറുക്കുന്ന എല്ലാം അറിയുന്ന തമ്പുരാനെ, കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരുടെ കടങ്ങൾ നീ ദൂരീകരിച്ചു കൊടുത്ത് അനുഗ്രഹിക്കണ റഹ്മാനെ. സാമ്പത്തികമായി പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. കച്ചവടത്തിൽ മാന്ദ്യം സംഭവിച്ച ആളുകളുണ്ട്. 1, 2, 3 പലതരത്തിലുള്ള ബിസിനസ്സുകൾ ചെയ്തു നോക്കി, കച്ചവടങ്ങൾ ചെയ്തു നോക്കി, പലതും പരാജയപ്പെട്ട് അങ്ങനെ കഴിയുന്ന എത്രയോ ആളുകളുണ്ട് റബ്ബേ. അവർക്ക് നല്ല ബർക്കത്ത് അവരുടെ കച്ചവടത്തിൽ, നല്ല റിസ്ഖിനെ അവർക്കെല്ലാം നീ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണ റഹ്മാനെ. നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നീ ഞങ്ങളേവരെയും ഒരുമിച്ചേർത്ത് അനുഗ്രഹിക്കണ റഹ്മാനെ. ജന്നാത്തുൽ ഫിർദൗസിൽ നീ ഞങ്ങളെ ഒരുമിച്ചേർത്ത് അനുഗ്രഹിക്കണ റഹ്മാനെ. ഞങ്ങളുടെ പ്രിയപ്പെട്ട ഫലസ്തീനിലെ കുഞ്ഞുങ്ങൾ, ജനിച്ചു വീഴുന്ന കുഞ്ഞുങ്ങൾക്ക് പോലും ശുദ്ധമായ വായു ശ്വസിക്കുവാനില്ലാത്ത ആ ഫലസ്തീന്റെ മണ്ണ്, നിർഭയത്വമുള്ള മണ്ണെന്ന്, ഒലീവും ഈത്തപ്പനവും ഒക്കെ നിറഞ്ഞാടുന്ന അംബിയ മുർസലീങ്ങളൊക്കെ കടന്നുപോയ ആ പരിശുദ്ധമായ മണ്ണ് റബ്ബേ, ഇന്നത് ഭയപ്പാടിന്റെയും യുദ്ധത്തിന്റെയും കോലാഹലങ്ങളുടെ മണ്ണായി, നാടായി മാറിയിരിക്കുന്ന റബ്ബേ, ആ മണ്ണ് നിർഭയത്വമുള്ള മണ്ണായി വിശ്വാസികൾക്ക് നീ തിരിച്ചു നൽകി അനുഗ്രഹിക്കണ റഹ്മാനെ. ആ മണ്ണിനെ നീ സംരക്ഷിച്ച് അനുഗ്രഹിക്കണ റഹ്മാനെ. അവിടത്തെ വിശ്വാസികൾക്ക് നീ സ്ഥൈര്യവും ക്ഷമിക്കുവാനുള്ള കഴിവിന് നീ വർദ്ധിപ്പിച്ച് ഏറ്റി നൽകി അനുഗ്രഹിക്കണ റഹ്മാനെ. അവരിൽ നിന്നും മരണപ്പെട്ടു പോയവർക്ക് ഷഹീദിന്റെ പുണ്യം നൽകി നീ ഉയർത്തി അനുഗ്രഹിക്കണ റഹ്മാനെ. നീ വാഗ്ദാനം നൽകിയ ആത്യന്തികമായ വിജയം ഫലസ്തീനികൾക്ക് റബ്ബേ നീ നൽകി അനുഗ്രഹിക്കണ റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا وأجر والدنا من النار. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين. وصلى الله على خير خلقه محمد والحمد لله رب العالمين وسلام على المرسلين.